കൂട്ടുകാർ പ്രാവശ്യം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്തായാലും സംഭവിച്ചാൽ ഈ വാഗണാർ ഓട്ടോമാറ്റിക്കാണ്. ഫുൾ വൈറ്റ് കളറിൽ ഇരിക്കുന്ന ഈ വാഗണാർ ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് ഒരുപാട് ലേഡീസിനൊക്കെ ചിലപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ്. കാരണം അധികം റിസ്ക് ഒന്നും ഇല്ലല്ലോ ഇത് ഓടിക്കാനായിട്ട്. ഇനി ഈ വണ്ടിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും ഓട്ടോമാറ്റിക് ആണെന്ന് മാത്രമുള്ളതല്ല, ഇത് 21,000 സംതിങ് കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഓടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാം. ചിലപ്പോൾ തള്ളാണ്, മീറ്റർ കുറച്ചിട്ടുണ്ടാവും, അതാണ് ഇതാണെന്നൊക്കെ സംശയം ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇതേ നേരിട്ട് ഇതിൻ്റെ എന്ത് കേസാണ് പരിശോധിക്കും. പ്രത്യേകിച്ച് ടയറുകൾ, 4 ടയറുകളും കമ്പനി ടയറാണ്, ഇതുവരെ മാറ്റിയിട്ടില്ല. നിങ്ങൾക്ക് കമ്പനി ടയർ വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വർഷവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏത് തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാം. 21,000 സംതിങ് 20 കിലോമീറ്റർ കൂടി ഓടി കഴിഞ്ഞാൽ ഇത് 22,000 കിലോമീറ്റർ ആവും. അത്രമാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വാഗണാർ നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതേ വന്നു മുട്ടാവുന്നതാണ്. ചാലക്കുടിയിൽ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. സെക്കൻഡ് ഓണറാണ് ഇവിടെ ഈ വണ്ടി. ഇനി ജസ്റ്റ് ഞാനൊന്ന് ഇൻറ്റീരിയർ കണ്ടിട്ട് നമുക്കിനി ബാക്കി കഥ പറയാം. പിന്നെ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല, അതൊന്നും ഞാൻ വെറുതെ നിങ്ങൾക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ പറയാം. ഞാൻ പിന്നെ എപ്പോഴും കാണിക്കാനാന്ന് വിചാരിച്ചിട്ടാണ്. അതെ, ഫുള്ള് കിടുമായിട്ടിരിക്കുന്ന വണ്ടി. 18 മോഡലാണ്. ഡാഷ്ബോർഡൊക്കെ സെറ്റാണ് കേട്ടോ. നല്ല വൃത്തിമെടുപ്പുള്ളൊരു ഡാഷ്ബോർഡൊക്കെ തന്നെയാണ്. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ ഡിസൈൻ, സീറ്റും ഡാഷ്ബോർഡൊക്കെ ഒരേ ഡിസൈനിൽ തന്നെയാണ് കാണുന്നത്. പിന്നെ ടോപ്പൊക്കെ നോക്കി പുത്തൻ വണ്ടി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടാ. പിന്നെ ഈ സേഫ്റ്റി ബെൽറ്റിൻ്റെ സംഭവം എന്നടുത്ത് മാത്രം, സീറ്റ് ബെൽറ്റിൻ്റെ സംഭവം എന്നടുത്ത് മാത്രം ചെറിയൊരു കീറൽ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കിടന്നാണ്. ബാക്കിയൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എൻ്റെ മോനെ, നല്ല വൃത്തിമെടുപ്പായിട്ടിരിക്കുന്ന ഒരു വണ്ടി. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി അവൈലബിൾ ആണ് കേട്ടോ. ഇതുവരെയും കമ്പനി സർവീസ് മാത്രമാണ് നിലവിൽ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വന്ന് നോക്കാവുന്നതാണ്. പിന്നെ 19,000 സർവീസ് കഴിഞ്ഞ് ഇതിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതാണ് ലാസ്റ്റ് ചെയ്ത സർവീസ്. ഇതിൻ്റെ എല്ലാ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ വെള്ളം കയറുക അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആവുക അങ്ങനത്തെ കേസുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് നിലവിൽ വണ്ടിക്ക് കിടക്കുന്നത് കേട്ടോ. പിന്നെ മിററൊക്കെ ഉള്ളിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു സംഗതിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ബാക്കിലെ. പിന്നെ ബാക്കിൽ വൈപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ഡോറുകളും പവർ വിൻഡോ ഒക്കെയാണ്. അപ്പോൾ സെറ്റായിട്ടിരിക്കുന്ന വണ്ടി. ഇതിന് ലോൺ വേണമെങ്കിൽ ലോൺ കിട്ടും, കാര്യങ്ങളൊക്കെ കിട്ടും. നല്ല വൃത്തിമെടുപ്പുള്ള ഒരു ഓട്ടോമാറ്റിക് കാറ് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വില പറയുന്നത് 4,78,000 അപ്പോൾ ഈ 4,78,000 പറയുന്ന ഈ വണ്ടിക്ക് ലോൺ വേണമെങ്കിൽ 4,40,000 രൂപ വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും. അതും 7 വർഷം വരെ ലോൺ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ലോൺ കിട്ടാനുള്ള സാധ്യത എന്നൊക്കെ പറയുന്നത് എപ്പോഴും സിബിൽ സ്കോറിനെ ആസ്പദമാക്കിയിട്ടാണ്. അപ്പോൾ താല്പര്യമുള്ളവർ സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഈ ഒരു വണ്ടി വെറും 22,000 കിലോമീറ്റർ ആവാൻ വെറും 20 കിലോമീറ്റർ കൂടി. ഓട്ടോമാറ്റിക് കാറാണ്, 2018 മോഡലാണ്. കമ്പനി ടയർ മാറ്റിയിട്ടും കൂടി ഇല്ല. പക്ക കമ്പനി സർവീസ് മാത്രമായിട്ടുള്ള ഈ വാഹനം താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് ചോദിച്ചോട്ടാ. ലോൺ വേണ്ടവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വിലപേശലിന് വിധേയമാണ്. ചെറിയ രീതിയിലൊക്കെ വിലപേശലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മറ്റൊരു കിടക്കാച്ചി വാഹനത്തിന് വിശേഷങ്ങളായിരുന്നേരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.